the body that was broken to rebuild. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം ടൈറ്റിലാണ് ദ ബോഡി ദാറ്റ് വാസ് ബ്രോക്കൺ ടു റീബിൽഡ്. വീണ്ടെടുക്കാനായി തകർക്കപ്പെട്ട ശരീരം. നമുക്ക് കർത്തൃമേശയ്ക്ക് ആധാരമായിട്ട് വായിക്കുന്ന 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം വായിച്ച് ഇപ്പോൾ കേൾക്കാം. വായിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ കൂടെ നമുക്ക് വചനം വായിച്ച് കേൾപ്പിക്കാൻ നമ്മുടെ പദ്യത്തിലെ നാട്ടിൽ നിന്ന് അങ്കിളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓർത്ത് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. സ്തോത്രം, ദൈവം അയച്ചതാണ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വിലയേറിയ വചനവുമായിട്ട് ഞങ്ങൾ നിൽക്കുന്നു. ദൈവമേ, മാറ്റമില്ലാത്ത സത്യമായ ജീവശ്വാസമായ അസ്ഥിമജ്ജകളിലേക്ക് തുളച്ച് കയറുന്ന ആ വചനം ഞങ്ങൾ ചിന്തിക്കുകയാണ്. കർത്താവ് വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യണം. ഞങ്ങളെ കർത്താവെ മാറ്റിയെടുക്കണം. അടിയനെ ബലപ്പെടുത്തണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടനായിട്ട് നന്ദി. യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. നമ്മളിത് ഭക്ഷിക്കുമ്പോൾ, പാനം ചെയ്യുമ്പോൾ പറയുകയാണ്, വി നീഡ് ടു ജഡ്ജ് റൈറ്റ്ലി. അവിടെ പറഞ്ഞിരിക്കുന്നത് ഡിസേൺ, ജഡ്ജ് റൈറ്റ്ലി. ശരിയായും വിവേചിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുവാനായിട്ട്? ഇതിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുവാനായിട്ട്. നമുക്ക് ആ വേദവാക്യങ്ങൾ ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിക്കാം. 11-ാം അധ്യായത്തിൻ്റെ തന്നെ 26, 27, 28 വാക്യങ്ങൾ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. വായിച്ചാട്ടെ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ശരിയായും അതിനെ വിവേചിച്ചിട്ട് വേണം ഇതിൽ നിന്ന് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും അവൻ്റെ മരണത്തെ, കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രൊക്ലെയിം ചെയ്യുന്നത് കൊണ്ട്, പ്രസ്താവിക്കുന്നത് കൊണ്ട് എന്തു വേണം? ഇത് നല്ലപോലെ വിവേചിച്ച് വേണം നമ്മൾ ഇതിൽ നിന്നും ഭക്ഷിക്കുവാനും പാനം ചെയ്യുകയും ചെയ്യുവാൻ. ഇല്ല എങ്കിൽ എന്തു സംഭവിക്കും? 27-ാം വാക്യം. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാർ ആകും. ഇത് ന്യായവിധിക്ക് കാരണമായി തീരും. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് അയോഗ്യമായി, അൺവർദിയായിട്ട് ഇത് ഭക്ഷിക്കുവാനുള്ള പോസിബിലിറ്റി ഇവിടെ ഉള്ളതുകൊണ്ട്, നമ്മൾ അയോഗ്യമായി ഇത് ഭക്ഷിക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ വാക്യത്തിൽ അങ്ങനെ കൃത്യമായി പറഞ്ഞത്. എന്ത്? നമ്മൾ നല്ലപോലെ ശോധന ചെയ്തിട്ട് വേണം. ഇല്ല എങ്കിൽ അത് ന്യായവിധിക്ക് ഹേതുവായി തീരും. ന്യായവിധിക്ക് ഹേതുവായി തീരും. ഇഫ് വി ടേക്ക് ഇറ്റ് ഇൻ അൺവേർതി മാനർ, നമ്മൾ അയോഗ്യമായി കഴിച്ചാൽ. വളരെ സീരിയസ് ആയിട്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം അതാണ്. ഇനി അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ അടുത്ത വാക്യം പറഞ്ഞിട്ട് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. അപ്പോൾ ശോധന ചെയ്യാഞ്ഞാൽ എന്തുണ്ടാകും? ശിക്ഷാവിധി തിന്നും കുടിക്കും. അതുകൊണ്ട്
അങ്ങനെ ഒരു സാധ്യതയും നിൽക്കുന്നത് കൊണ്ട് നമ്മൾ നല്ലതുപോലെ ശോധന ചെയ്തിട്ട് വേണം, നല്ലപോലെ വിവേചിച്ചിട്ട് വേണം നമ്മൾ ഇതിൽ നിന്ന് ഭക്ഷിക്കുവാനും പാനം ചെയ്യുകയും ചെയ്യുവാനായിട്ട്. അപ്പോൾ എന്താണ് ഇതാണ് നമ്മുടെ കീ. എന്താണ് നമ്മൾ ശോധന ചെയ്യുന്നത്? നമ്മളാണ് ശോധന. ജഡ്ജ് ഹിംസെൽഫ്, അല്ലേ? ജഡ്ജ് റൈറ്റ്ലി. ഞാൻ എന്ത് ചെയ്യണം? ശരിയായി വിവേചിച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. ഞാനാണത് ചെയ്യേണ്ടത്. ജഡ്ജ് റൈറ്റ്ലി. ഇൻ കമ്പാരിസൺ വിത്ത് വാട്ട്? ഏതിനോടാണ് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യേണ്ടത്, വിവേചിക്കേണ്ടത്? ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ടല്ലോ, ഞാൻ ക്രിസ്ത്യാനിയായല്ലോ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ബാപ്റ്റിസം എടുത്തിട്ടുണ്ട്, പിന്നെ എന്തിനു പറയണം, അപ്പർ റൂമിൽ പോകുന്നതിന് മുന്നേ തന്നെ അഭിഷേകവും പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ ആം പെർഫെക്റ്റ് എന്ന് ചിന്തിക്കുന്നതാണോ ഇവിടുത്തെ ശോധന ചെയ്യുന്നത്? അതോ ഞാൻ ഇന്ന് വേറെ പ്രശ്നമൊന്നും സൃഷ്ടിച്ചിട്ടില്ല, എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു, അതുകൊണ്ടാണോ ഞാനിത് കഴിക്കുന്നത്? അല്ല. അങ്ങനെ ശോധന ചെയ്യാനാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ അപ്പവും ഈ വീഞ്ഞുമെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവുമായതുകൊണ്ട് ഞാൻ ശോധന ചെയ്യേണ്ടത് അവൻ്റെ ശരീരത്തെ കൂടെ വെച്ചുകൊണ്ടാണ്. അല്ലാണ്ട് എൻ്റെ ഇപ്പോഴത്തെ നടപ്പ് വെച്ചുകൊണ്ടല്ല ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യേണ്ടത്. ഞാൻ ശോധന ചെയ്യും, കാരണം ഇത് അവൻ്റെ മരണത്തെ കുറിക്കുന്നതാണ്, അവൻ തകർന്നതിനെ കുറിക്കുന്നതാണ്, അവൻ യാഗമായി തീർന്നതിനെ കുറിക്കുന്ന. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുമ്പോൾ ഞാൻ ബാപ്റ്റിസം എടുത്തോ, നല്ലൊരു ചർച്ചിൽ പോകുന്നോ എന്ന് നോക്കിയിട്ട് ഹല്ലേലൂയ എന്നെ ജഡ്ജ് ചെയ്യാനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ജഡ്ജ് റൈറ്റ്ലി ദാറ്റ് യു ആർ ടേക്കിംഗ് ലോർഡ്സ് ബോഡി. ആ ശരീരം തകർക്കപ്പെട്ടത്. അപ്പോൾ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരാകുന്നത്. അല്ലാണ്ട് ഞാൻ ഇവിടെ നന്നായി പ്രാർത്ഥിച്ചോ അല്ലേ ഉപവസിച്ചോ എന്ന് നോക്കിയിട്ടല്ല. ഇവിടെ കുറ്റക്കാരാകുന്നത് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും സംബന്ധിച്ചാണ്. അതുകൊണ്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കേണ്ടത് എൻ്റെ ജീവിതവും എൻ്റെ പെരുമാറ്റവും എൻ്റെ ക്യാരക്ടറും എൻ്റെ ചിന്താഗതികളും എന്നെ യോഗ്യനാക്കി തീർക്കുന്നുവോ ഇല്ലയോ എന്നുള്ളത് താരതമ്യ പഠനം ചെയ്യുന്നത്. തകർക്കപ്പെട്ട ഒരു ശരീരമുണ്ട്, ആ ഒരു ശരീരവും വെച്ചിട്ട് വേണം ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുവാനായിട്ട്. നമ്മൾ പലപ്പോഴും ശോധന ചെയ്തത് ഞാൻ ഇന്ന് ആരെയും ഉപദ്രവിച്ചിട്ടില്ല, എല്ലാം നന്നായി ചെയ്തിട്ടുണ്ടെന്ന് കരുതി വന്നിട്ടാണ് നമ്മൾ കർത്തൃമേശ എടുത്തത്. എന്നാൽ ഇന്നു മുതൽ നമ്മൾ കർത്തൃമേശ എടുക്കുന്നത് അത് വെച്ചിട്ടല്ല. എന്നാൽ വചനം പറയുന്നത് പോലെ കർത്താവിൻ്റെ ബോഡിയുമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ താരതമ്യം ചെയ്ത് ശോധന ചെയ്തിട്ട് വേണം ഞാൻ ഇതിൽ പങ്കെടുക്കുവാനായിട്ട്. അതെന്താ? എനിക്കും ഈ കർത്താവിൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിനും തമ്മിൽ എന്താ ബന്ധം? കാരണം ഇതാണ്, അവൻ്റെ ആ ശരീരം തകർക്കപ്പെട്ടത്, അവൻ മുഴു രക്തവും ചിന്തിയത് എനിക്ക് വേണ്ടി ആയതുകൊണ്ടാണ്. ഞാൻ ഇതെടുക്കുമ്പോൾ എന്തു ചെയ്യണം? നല്ലപോലെ ശോധന ചെയ്തിട്ട് വേണം. ആമേൻ. ഇല്ല എങ്കിൽ അങ്ങനെ ചെയ്യാതെ ശോധന ചെയ്തിട്ടല്ലാതെ അല്ലെങ്കിൽ അൺവേർതി ആയിട്ട് എടുക്കാനുള്ളൊരു സാധ്യത അവിടെ നിൽക്കുന്നത് കൊണ്ട് വളരെ നന്നായിട്ട് വേണം ഇത് ചെയ്യുവാനായിട്ട്. ഇല്ല എങ്കിൽ ന്യായവിധി അതിൻ്റെ മുന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ശോധന ചെയ്യുക എന്ന് പറയുമ്പോൾ, ജഡ്ജ് റൈറ്റ്ലി എന്ന് പറയുമ്പോൾ, ഡിസേൺ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആധികാരിക അർത്ഥത്തിൽ തന്നെ നമ്മൾ ചെയ്യണം. എന്തുമായി എങ്ങനെയാണ് ഞാൻ കമ്പയർ ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞായിരിക്കണം നമ്മൾ ശോധന ചെയ്യേണ്ടത്, നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടത്. സ്തോത്രം. നമ്മുടെ ഈ ശരീരം, രണ്ട് കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ ശരീരം തകർക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാണ്. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് രക്ഷ കിട്ടാനായി, എനിക്ക് നല്ല ഫാമിലി കിട്ടാനായി, എനിക്ക് നല്ല ബാക്കിയല്ല അല്ല. തകർക്കപ്പെട്ടത്, ആ ശരീരം തകർക്കപ്പെട്ടത് ഞാൻ മാറ്റപ്പെടുവാനാണ്, രൂപാന്തരം എന്നിൽ സംഭവിക്കാനാണ്. നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് ഈ കർത്താവ് തകർന്നത് എന്നിൽ രൂപാന്തരം വരാനാണ്.
ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടല്ല, എന്നിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നതാണ് ഞാൻ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ വസ്തുത. 1 കൊരിന്ത്യർ 11:24. സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തൻ്റെ ശരീരം ഏൽപ്പിച്ചു കൊടുത്തത്, അവൻ്റെ ശരീരം തകർക്കപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ഈ ശരീരത്തെ നിങ്ങൾ നല്ലതുപോലെ ശോധന ചെയ്യണം. എന്നിട്ട് വേണം ഇതിൽ പങ്കെടുക്കുവാനായിട്ട്. മൈ ബോഡി ദാറ്റ് വാസ് ബ്രോക്കൺ ഫോർ യു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 എന്നാൽ അവൻ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും വന്നും ഇരിക്കുന്നു. അവൻ അതിക്രമങ്ങൾ നിമിത്തം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, അല്ലേ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. അവൻ തകർന്നത്, അവൻ മുറിവേറ്റത്, അവൻ്റെ മേൽ ശിക്ഷ വന്നത്, അവന് അടി കിട്ടിയത് എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് അവൻ ചെയ്തത്, കാൽവരിയിൽ യാഗമായി തീർന്നത് മുഴുവനും എനിക്ക് വേണ്ടിയായിരുന്നത് കൊണ്ട് ആ മരണത്തെ പ്രസ്താവിക്കുന്ന അപ്പവും വീഞ്ഞും അല്ലെങ്കിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവ ജനമേ, ഞാൻ നല്ലതുപോലെ എന്നെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ആ ശരീരവുമായി എന്തിനു വേണ്ടി തകർക്കപ്പെട്ടുവോ എന്ന് നല്ലതുപോലെ മനസ്സിലാക്കി അതിൻ്റെ ഫലം ഞാൻ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് നല്ലപോലെ വിലയിരുത്തിയിട്ട് വേണം ഞാൻ ഇതിൽ നിന്നും ഭക്ഷിക്കുവാനായിട്ട് വേണം എന്നർത്ഥം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്തിനു വേണ്ടിയാണ് തകർക്കപ്പെട്ടത്? നമ്മുടെ അതിക്രമങ്ങൾ, അല്ലേ, നമ്മുടെ സമാധാനമില്ലായ്മ, നമ്മുടെ സൗഖ്യമില്ലായ്മ, ഇതെല്ലാമാണ് അവനെ കുരിശിൽ കയറ്റിയത്. സ്തോത്രം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഇവിടുത്തെ സൗഖ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടായ സൗഖ്യമല്ല, മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിനേറ്റ മുറിവിനെയാണ് ഇവിടുത്തെ സൗഖ്യം എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ പറയാൻ കാരണം, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നത് രോഗം മാറാനും, അടിപ്പിണറാൽ സൗഖ്യം കിട്ടിയതുകൊണ്ട് ഇപ്പോൾ രോഗം മാറണം, അല്ലെങ്കിൽ കാലുവേദന മാറണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്. ഒരു സാധാരണ അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസം വരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അവൻ്റെ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അതിക്രമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളും, നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ സൗഖ്യമില്ലാത്ത മനസ്സ്, നമ്മുടെ സൗഖ്യമില്ലാത്ത ഹൃദയം, നമ്മുടെ സൗഖ്യമില്ലാത്ത ആത്മാവ്, അതിനൊന്ന് രൂപാന്തരം വരാൻ വേണ്ടിയാ അവൻ കാൽവരിയിൽ യാഗമായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ പങ്കെടുക്കുവാനായിട്ട്. ഹല്ലേലൂയ. അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം, എൻ്റെ ഫ്യൂച്ചർ, അതുപോലെ തന്നെ എൻ്റെ ശരീരം എല്ലാം തകർക്കപ്പെടുമായിരുന്നു. യേശു കാൽവരിയിൽ തകർക്കപ്പെട്ടില്ല എങ്കിൽ എൻ്റെ ജീവിതം മുഴുവനും തകർക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് ഞാൻ തകർക്കപ്പെടാതെ നിൽക്കുന്നതിൻ്റെ കാരണം എനിക്ക് വേണ്ടി അവൻ്റെ ശരീരം തകർക്കപ്പെട്ടത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി നാം മുന്നേറേണ്ടത് ആവശ്യമാണ്. ഹിസ് ബോഡി വാസ് ക്രഷ്ഡ് ഫോർ മൈ സേക്ക്. എനിക്ക് വേണ്ടി ഞാൻ തകർക്കപ്പെടേണ്ടിയിരുന്ന ഇടത്ത്, എൻ്റെ ശരീരം മാത്രമല്ല, എൻ്റെ ജീവിതം, എൻ്റെ ഫ്യൂച്ചർ എല്ലാം നഷ്ടപ്പെട്ടു പോകേണ്ടുന്ന ഇടത്ത് അവൻ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ തകർക്കപ്പെട്ടത്, ഒന്ന് എൻ്റെ ജീവിതം,
എൻ്റെ ലൈഫ് അത് യേശുവിനെ പോലത്തെ ഒരു ജീവിതമായിട്ട് വരുവാൻ വേണ്ടി, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ യേശുവിനെ പോലെ നിത്യതയിലുള്ള നല്ല ഒരു ശ്രേഷ്ഠമായ ജീവിതം എനിക്ക് ലഭിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? അവൻ്റെ ജീവിതത്തെ അവൻ കൊടുത്തു. He was crushed so that I will be transformed to the life of Jesus. യേശുവിനെ പോലെയുള്ള ഒരു ജീവിതം ഞാൻ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ ഹല്ലേലൂയ കാൽവരിയിൽ യാഗമായത്. നമ്പർ 1. നമ്പർ 2, അവൻ യേശുവിനെ പോലത്തെ ഒരു ശരീരം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ തകർക്കപ്പെട്ടത്. ഹല്ലേലൂയ. യേശുവിനെ പോലെ ഇവിടെ ജീവിക്കുവാൻ വേണ്ടി, യേശുവിനെ പോലെയുള്ള ഒരു ശരീരം ലഭിക്കുവാൻ വേണ്ടി മാത്രവുമല്ല, യേശുവിനോടുകൂടെ നിത്യത ചിലവഴിക്കുവാൻ വേണ്ടിയാണ് അവൻ കാൽവരിയിൽ യാഗമായി തീർന്നത്. സ്തോത്രം. ആമേൻ. അപ്പോൾ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുമ്പോൾ എന്തു വേണം? ഞാൻ യേശുവിനെ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കണം. സ്നാനപ്പെട്ടാൽ മാത്രം പോരാ. ഞാനൊരു ഫോട്ടോ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് യേശുവിനെ നമ്മൾ ധരിച്ചവരായിരിക്കണം. നമ്മൾ സ്നാനപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവരായിരിക്കും, ഉപവസിക്കുന്നവരായിരിക്കും, പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അതല്ല ശോധന ചെയ്യാൻ പറയുന്നത്. ശോധന ചെയ്യാൻ പറയുന്നത് എന്താണ്? ഞാൻ യേശുവിനെ ധരിച്ചിട്ടുണ്ടോ? യേശു ജീവിക്കുന്നത് പോലെയാണോ ഞാൻ ജീവിക്കുന്നത്? നമ്മളോട് ശോധന ചെയ്യാൻ പറഞ്ഞപ്പോൾ സാധാരണ കർത്താവിൻ്റെ ദാസന്മാർ പറയും, നിങ്ങൾ വിശ്വസിച്ച് സ്നാനപ്പെട്ട് എന്താ പറയുക, വിശുദ്ധ ജീവിതം നയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമെന്ന് ഒറ്റ വാക്കിൽ അങ്ങ് പറയും. പക്ഷേ അപ്പസ്തോലനായിരുന്ന പൗലോസ്, നിങ്ങൾ ശോധന ചെയ്യണം, ശോധന ചെയ്തില്ലെങ്കിൽ ഇത് അൺവർതി ആയാൽ ഇത് ജഡ്ജ്മെൻറ്റിന് കാരണമാകുമെന്ന് പറയാൻ കാരണം ഇതിൻ്റെ സീരിയസ്നെസ്, അവൻ്റെ ശരീരം തകർക്കപ്പെട്ടത്, അവൻ്റെ ജീവിതം തകർക്കപ്പെട്ടത്, ഈ ഒരു ജീവിതം എങ്ങനെയെങ്കിലും ഈ ഭൂലോകത്തിൽ ജീവിച്ചു പോകാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിൽ പിറന്ന് നന്നായി ജീവിച്ച് ആർക്കും ദോഷം ചെയ്യാതെ ജീവിച്ചു പോകാൻ വേണ്ടിയല്ല അവൻ കാൽവരിയിൽ യാഗമായി തീർന്നത്. മറിച്ച് നാം എല്ലാവരും ഏത് ഭവനത്തിൽ ജനിച്ചാലും, ഏത് രാജ്യത്തിൽ ജനിച്ചാലും, ഹല്ലേലൂയ, ഏത് സ്റ്റാറ്റസിൽ വളർന്നു വന്നാലും നാം ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവരാകാൻ വേണ്ടിയാണ് അവൻ്റെ ശരീരം തകർക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്പയർ ചെയ്യേണ്ടത്, ഞാൻ ഡിസേൺ ചെയ്യേണ്ടത്, ഞാൻ ശരിയായി ജഡ്ജ് ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ ജീവിതം യേശുവിനെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ളതാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ യേശുവിനെ അല്ല എങ്കിൽ കുറ്റക്കാരാണ്. കാരണം അവൻ്റെ ശരീരത്തെ ശോധന ചെയ്തിട്ട് വേണം ഇത് കഴിക്കുവാനായിട്ട്. സ്തോത്രം. അത് എനിക്ക് വേണ്ടിയാ തകർക്കപ്പെട്ടത്. അതും ഹല്ലേലൂയ, ഞാൻ അവനെപ്പോലെ രൂപാന്തരം പ്രാപിച്ച് ദൈവ പൈതലായി ജീവിക്കുവാൻ വേണ്ടിയാണ് അവൻ യാഗമായി തീർന്നത് എങ്കിൽ, ഞാൻ ശോധന ചെയ്യുമ്പോൾ ഞാൻ സൺഡേയിൽ പള്ളിയിൽ പോയോ എന്നല്ല ശോധന ചെയ്യേണ്ടത്. എൻ്റെ തോട്ട് പാറ്റേൺ, എൻ്റെ ഹല്ലേലൂയ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ സംസാരം, എൻ്റെ നോട്ടം, ഹല്ലേലൂയ, യേശു ചെയ്യുന്നത് പോലെ ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കണം ഞാനും നിങ്ങളും കർത്തൃമേശയിൽ പങ്കെടുക്കേണ്ടത്. ഹല്ലേലൂയ. കാരണം അവൻ്റെ ശരീരം തകർക്കപ്പെട്ടത് എന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാ. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നാം മനസ്സിലാക്കണം. ഇത് അവൻ അടിപ്പിണറുകൾ രോഗത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ ഇത് പറയേണ്ട കാര്യമില്ലായിരുന്നില്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. ഒരുപക്ഷെ രോഗം വന്നേക്കാം, പക്ഷേ പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ ആർക്കാണ് ഇതിൽ യോഗ്യതയോടെ പങ്കെടുക്കുവാൻ കഴിയുന്നത്? എൻ്റെ പഴയ മനുഷ്യനെ ഹല്ലേലൂയ ഞാൻ
കുഴിച്ചിട്ടു, ഇനി യേശുവിനോട് കൂടെ ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കുന്നു എന്ന് ശോധന ചെയ്ത് ഉറപ്പ് വരുത്തുന്നവനാണ് ഹോളി കമ്മ്യൂണിയൻ അംഗമാകുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഏരിയകൾ എനിക്കിനിയും മാറ്റം വരണം. എൻ്റെ തോട്ടായിരിക്കാം, എൻ്റെ ബിഹേവിയർ ആയിരിക്കാം, എൻ്റെ നോളജ് ആയിരിക്കാം, ഇന്നർ അജണ്ടകളായിരിക്കാം. ഹല്ലേലൂയ. യേശു ചെയ്തതുപോലെ അല്ല എങ്കിൽ അതിനെ മാറ്റിയെടുത്ത് യേശു ചെയ്തതുപോലെ രൂപപ്പെടുത്തിയിട്ട് വേണം ഞാനും നിങ്ങളും ഹോളി കമ്മ്യൂണിയൻ, ഹല്ലേലൂയ, സ്തോത്രം, പങ്കെടുക്കുവാനായിട്ട്. അല്ല എങ്കിൽ ഗുണമില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. If take it unworthy manner, it cause judgment. ന്യായവിധിക്ക് ഹേതുവാകും. അതുകൊണ്ട് നല്ലപോലെ വിലയിരുത്തിയിട്ട് വേണം നമ്മുടെ കോൺഷ്യൻസ് നമുക്ക് നല്ലപോലെ അതിന് ശരിയായ ഉത്തരം തരുന്നെങ്കിൽ മാത്രമേ നമുക്കിത് വാസ്തവത്തിൽ ഇതെടുക്കാനുള്ള യോഗ്യതയുള്ളൂ. ഹല്ലേലൂയ. ആർക്കെങ്കിലും എന്തെങ്കിലും കുറ്റബോധങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് നീക്കം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞാനൊരു പുതിയ വ്യക്തിയാകാം, യേശുവിനെ പോലെ ജീവിക്കാം, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ശരീരത്തെ പോലെ ഞാൻ ജീവിക്കാം എന്ന് ഞാനും നിങ്ങളൊരു തീരുമാനത്തോടെ വേണം ഇതിൽ അംഗമാകുവാനായിട്ട്. സ്തോത്രം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ജീവിക്കുന്നവൻ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ അവന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും. നമുക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്, അവന് വേണ്ടിയാണോ ജീവിക്കുന്നത്? ഒട്ടുമുക്കാലും നമ്മൾ പറയും, ഞാൻ എനിക്കും എൻ്റെ പദ്ധതിക്കും എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ആവശ്യങ്ങൾക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്നാൽ അവനു വേണ്ടി ജീവിക്കുന്നവനാ ഇതിൽ യോഗ്യതയോടെ പങ്കെടുക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അവനു വേണ്ടി ജീവിക്കുന്നവൻ. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നു, ജീവിക്കുന്നവൻ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു, തകർക്കപ്പെട്ട ഒരു ശരീരം മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. വളരെ ഉറപ്പോടെ പറയുകയാണ്, അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി. വളരെ ശ്രദ്ധയോടെ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ക്യാരക്ടർ, അവൻ്റെ സ്നേഹം, അവൻ്റെ ശക്തി, അവൻ്റെ ഹല്ലേലൂയ ആ തേജസ്സോടൊക്കെ ആയിരിക്കണം ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നെ കാണുന്നവൻ ഹല്ലേലൂയ ഒരു കുറ്റവും പറയാതെ ഹല്ലേലൂയ എന്തു വേണം, ഹല്ലേലൂയ കർത്താവിനെ കാണുന്ന അവസ്ഥയിലേക്ക് വന്നാലാണ് ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ശോധന ചെയ്താട്ടെ, നല്ലപോലെ, ഞാനടക്കം നല്ലതുപോലെ ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനാവശ്യം ഒന്ന് സെൽഫ് ഡിനയൽ. ഞാൻ എന്നെ തന്നെ ഒന്ന് നിഷേധിച്ചെങ്കിൽ മാത്രമേ, വേണ്ട എന്ന് വെച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഹല്ലേലൂയ യേശു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുവാൻ പറ്റത്തുള്ളൂ. എൻ്റെ അജണ്ടയാണെങ്കിൽ, എൻ്റെ സൂത്രിതമായ കാര്യങ്ങളാണെങ്കിൽ അത് ക്രിസ്തുവിൻ്റേതല്ല, അത് മാറ്റിവെച്ച് ക്രിസ്തുവിൻ്റേതെന്ന് മാറ്റി തിരുത്തി എഴുതിയെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ കർത്തൃമേശ എടുക്കാനുള്ള യോഗ്യതയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുവാൻ ധൈര്യമായിട്ട് കഴിയട്ടെ. ആമേൻ. നമ്മുടെ ഹല്ലേലൂയ പ്ലാനുകളും പദ്ധതികളും അതായിരിക്കട്ടെ. സെൽഫ് ഡിനയൽ. അങ്ങനെയാണെങ്കിൽ പറയും, ഞാൻ ഇനി ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഞാൻ ഇനി ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മൾ വിവിധ സാഹചര്യങ്ങളിലുള്ളവരായിരിക്കാം, വിവിധ സോഷ്യൽ സ്റ്റാറ്റസ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒക്കെ ഉള്ളവരായിരിക്കാം. അതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. എന്നാൽ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കണമെന്ന് പറയുകയാണ്. നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ ബിൽഡപ്പ് ആകുവാൻ വേണ്ടിയാണ് അവൻ്റെ ശരീരം തകർക്കപ്പെട്ടത്. ഹല്ലേലൂയ. The body that was broken to rebuild another body. Amen. ഹല്ലേലൂയ. എന്നെയും അതുപോലെ മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. വായിച്ചാട്ടെ എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ.
നിങ്ങളുടെ ഉള്ളിലെ ഉം. ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് ഉം. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവി. ആമേൻ. ഇതുപോലത്തെ ഇതൊക്കെ വചനത്തിലുണ്ട്. അതൊക്കെ നമുക്കൊക്കെ അങ്ങ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചാൽ, വചനമാണ് ഇത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് പറയുന്നത്. വചനമാണ് പറയുന്നത് നല്ലപോലെ ശോധന ചെയ്തിട്ട് വേണമെന്ന് പറയുന്നത്. ആ വചനം തന്നെയാണ് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ആ പടം ഒന്നും കൂടെ ഇട്ടേട്ടെ. ഹല്ലേലൂയ. ഈ ഒരു പുതുമനുഷ്യനെ ഞാൻ ധരിക്കേണ്ടത് ആവശ്യമാണ്, ദൈവ അനുരൂപമായി. ഹല്ലേലൂയ. നമ്മൾ വളരെ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട്. നമുക്ക് എല്ലാം ഉണ്ട്. നമുക്കൊരു പുതു ജീവിതമുണ്ട്, ഒരു പുതു ശരീരമുണ്ട്, ഒരു പുതു ഫ്യൂച്ചറുണ്ട്. പക്ഷേ നാം അവൻ പറഞ്ഞതുപോലെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് കൈവശമാക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മളെ മക്കളെ വളർത്തേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. തലമുറയെ വളർത്തേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. എന്താ കാരണം? ഇത് നമുക്ക് അറിയില്ല എങ്കിൽ അവർക്കും അറിയത്തില്ല. നാം എങ്ങനെ ജീവിക്കുന്നുവോ അതുകൊണ്ട് കണ്ടുകൊണ്ടാ നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിനെ അവർക്ക് കാട്ടിക്കൊടുത്ത് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളും അങ്ങനെ തന്നെ ജീവിക്കണം. ഹല്ലേലൂയ. അല്ല എങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണെങ്കിൽ മക്കൾ അതിൻ്റെ അപ്പുറം കാട്ടിക്കൂട്ടും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അതിനു വേണ്ടിയല്ല, ഇവിടെ നമ്മുടെ മുന്നിൽ നമ്മെ തന്നെ നല്ലപോലെ ശോധന ചെയ്തിട്ട് വേണം ഞാനും നിങ്ങളും ഇത് ഭക്ഷിക്കുവാനായിട്ട്. അല്ലാതെ മക്കൾ നന്നാൻ വേണ്ടി ഞാൻ നന്നാവുമല്ല. That is the purpose. That is he was broken so that a pure body will build up in me. ഒരു ക്രിസ്തു എന്നിൽ ഉണ്ടാകണം, ക്രിസ്തു എന്നിൽ വളരണം, ക്രിസ്തു എന്നിലൂടെ ജീവിക്കണം. അതിനു വേണ്ടിയാണ് അവൻ തകർക്കപ്പെട്ടത്. സ്തോത്രം. രണ്ടാമതായിട്ട്, to rebuild his broken body. ഹല്ലേലൂയ. അവൻ്റെ തകർക്കപ്പെട്ട ശരീരത്തെ അവൻ വീണ്ടും പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ശരീരത്തെ ശോധന ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ശോധന ചെയ്യേണ്ട രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, തന്നെത്താൻ ശോധന ചെയ്യണം. ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടോ? ഈ ആത്മാവിൻ്റെ രൂപാന്തരം എന്നിൽ സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ കരുതൽ വെളിപ്പെടുത്തുന്നുണ്ടോ? അതോ എൻ്റെ സ്വാർത്ഥതയാണോ? അതോ എൻ്റെ സ്വന്തമാണോ, സെൽഫാണോ വരുന്നത്? സ്വന്തം അഭിലാഷങ്ങൾ, അല്ലേ, സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം പ്ലാനുകളാണോ? അല്ല ദൈവത്തിൻ്റെ പ്ലാനാണോ? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്ലാൻ നടക്കണം. രണ്ട്, ഇവിടെ പറയുന്നു എന്ത്? യേശുവിൻ്റെ ഒരു തകർക്കപ്പെട്ട ശരീരത്തെ അവൻ വീണ്ടും ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ശോധന ചെയ്യേണ്ടത് ആ തകർക്കപ്പെട്ട ശരീരം വീണ്ടും ബിൽഡപ്പ് ആകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇൻ വ്യൂ ഓഫ് ലോർഡ്സ് ബോഡി. ആ കർത്താവിൻ്റെ ശരീരം സംബന്ധിച്ച് അവൻ്റെ ശരീരം തകർക്കപ്പെട്ടത് എന്നും തകർന്നിരിക്കാനല്ല. നമുക്കറിയാം അവനൊരു പുതു ശരീരം ഇന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അത് എന്തുകൊണ്ടാണ് ഈ ബോഡി തകർക്കപ്പെട്ടത്? ഇതിലൂടെ ഒരു ശ്രേഷ്ഠമായ ഒരു പുത്തൻ ശരീരം അവൻ പടുത്തുയർത്തുകയാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അതിൻ്റെ അംഗമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി
എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. അവൻ ഒരു ശരീരം തകർക്കപ്പെട്ടത്, അവന്റെ ശരീരം തകർക്കപ്പെട്ടത് ഹല്ലേലൂയ മറ്റൊരു ശരീരം പണിയുവാനാണ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ആ തകർക്കപ്പെട്ട ശരീരത്തെ വിവേചിക്കുന്ന ദൈവജനമേ, അവൻ്റെ പണിയപ്പെടുന്ന ശരീരത്തെ നമ്മൾ ഓർക്കുകയും ബഹുമാനിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം അവൻ്റെ ശരീരം തകർക്കപ്പെട്ടത് മറ്റൊരു ശരീരം പണിയുവാനാണ്. അവൻ എന്ത് ചെയ്തു? ക്രിസ്തു ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച്, ഇവിടെ പറയുന്നു, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതം തലയാക്കി. എന്തിനാണത്? ഇതൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയാ? ഒറ്റ പർപ്പസ്. ഹല്ലേലൂയ. അവൻ ശരീരം തകർത്തതിൽ, കാൽവരിയിൽ യാഗമാക്കിയതിൽ ഒരു പർപ്പസ് ഉണ്ട്. മറ്റൊരു ശരീരം അവൻ പണിതുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അതിനുവേണ്ടി മരിച്ചവരിൽ നിന്ന് ആ തകർക്കപ്പെട്ട ശരീരത്തെ വീണ്ടും പുതുക്കിയെടുത്ത് അവൻ ഹല്ലേലൂയ തേജസ്സോടെ തൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തി സകലത്തിനും അധികാരം കൊടുത്ത് സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് എന്തു പറയുന്നു? ഹല്ലേലൂയ 23 പറയുന്നു, എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഇത് മുഴുവനും ഈ ശക്തിയോടും ഈ അധികാരത്തോടും ഈ ബഹുമാനത്തോടും ഹല്ലേലൂയ കൂടെ ആർക്ക് കൊടുത്തു? ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തു. ഹല്ലേലൂയ. അവനൊരു ശരീരം തകർക്കപ്പെട്ടപ്പോൾ അവനറിയാം മറ്റൊരു ശരീരം അത് പണിയപ്പെടുകയാണ്. ഞാനും നിങ്ങളും അടങ്ങുന്നൊരു ശരീരം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ശോധന ചെയ്യുമ്പോൾ നല്ലതുപോലെ ശോധന ചെയ്തിട്ട് വേണം. ഹി ഈസ് ദ ഹെഡ് and the church is the body. Hallelujah. ആ ബോഡി അത് നന്നായി വളരുന്നുണ്ടോ എന്നുള്ള റെസ്പോൺസിബിലിറ്റിയും എൻ്റെയും നിങ്ങളുടെയും കയ്യിലാണ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത് നല്ലതുപോലെ ശോധന ചെയ്തിട്ട് വേണം. ഒരുപക്ഷെ പൗലോസ് ഈ ഭാഗം ഉദ്ധരിച്ചതിൻ്റെ പ്രധാന കാരണം അതാണ്. കാരണം അവർ ആ ശരീരത്തെ അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഒരുവൻ വിശന്നും ഒരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. ഇംബാലൻസ്. അതുകൊണ്ടാ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് നല്ലപോലെ ശോധന ചെയ്തിട്ട് വേണം. കാരണം ഒരു ശരീരം അവിടെ തകർന്നതാ നിങ്ങൾ ഓർക്കുന്നത്. ഈ പ്രൊക്ലെയിം ലോർഡ്സ് ഡെത്ത്. എന്നാൽ ആ തകർന്ന ശരീരം മാത്രമല്ല, പുതിയൊരു ശരീരം ബിൽഡപ്പായി കൊണ്ടിരിക്കുന്നുണ്ട്. അത് ശോധന ചെയ്ത് എൻ്റെയും നിങ്ങളുടെയും അതിൻ്റെ അംഗത്വം, അതിൻ്റെ പാർട്ട്, അതിൻ്റെ പാർട്ടിസിപ്പേഷൻ ശരിയായ രീതിയിൽ ഉണ്ടോ എന്ന് വിവേചിച്ചിട്ട് വേണം ഹോളി കമ്മ്യൂണിയൻ എടുക്കുവാനായിട്ട്. ഹല്ലേലൂയ. കാരണം അവൻ്റെ ശരീരം തകർക്കപ്പെട്ടത് മറ്റൊരു ശരീരം പണിയപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുവീഴുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതാത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉത്ഭവിപ്പാൻ ഉള്ള ഏതു സന്ധ്യയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ ഈ സകലവും നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന സഭയ്ക്ക് അവൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്താണ്? ഈ സഭ അവൻ്റെ തലയോളം വളരണം. എൻ്റെയും നിങ്ങളുടെയും റെസ്പോൺസിബിലിറ്റിയാണ് ഈ സഭ അവൻ്റെ ഹല്ലേലൂയ തലയോളം വളരണം. അതിനെന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല. കാരണം
അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് തൻ്റെ വലത്തുഭാഗത്ത് സകല അധികാരവും കൊടുത്ത് ഹല്ലേലൂയ സകലത്തിനും അവനെ കാൽക്കീഴാക്കി വെച്ച് ഹല്ലേലൂയ എന്ത് ചെയ്തു? എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ് വന്നു ചേരേണ്ടുന്ന സഭയ്ക്ക് മേലെ വെച്ചിരിക്കുന്നത് കൊണ്ട് അവൻ സകലവും ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ സഭ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ വളരേണ്ടത് ആവശ്യമാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ തലയോളം വളരണം. ഹല്ലേലൂയ. അതെങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ വാക്യം 14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് നമ്മുടെ മനുഷ്യരുടെ ഉപായം, ദൈവത്തിന്റെ അല്ല കേട്ടോ, പരിശുദ്ധാത്മാവിന്റെ അല്ല, മനുഷ്യരുടെ ഉപായം. ഹല്ലേലൂയ. മനുഷ്യരുടെ ഉപായത്തിലും ചതിയാലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ പല ഉപായങ്ങളുണ്ട്, പല തന്ത്രങ്ങളുണ്ട്. അത് സ്തോത്രം. തെറ്റിച്ച് കളയുന്നത് എന്തിനാ തെറ്റിച്ച് കളയുന്നത്? സഭയെ തെറ്റിച്ച് കളയുന്ന, സഭയുടെ ഐക്യത്തെ തെറ്റിച്ച് കളയുന്ന, സഭയുടെ സ്നേഹത്തെ തെറ്റിച്ച് കളയുന്ന, ശരീരത്തിൻ്റെ ക്രിസ്തു പണിയുന്ന ആ സഭയുടെ ലക്ഷ്യത്തെ തെറ്റിച്ച് കളയുന്ന എന്താണ് പ്ലാന്, പദ്ധതി, ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിലും അലഞ്ഞുഴയുന്ന ശിശുക്കളായിരിക്കാതെ. അപ്പോൾ അതിനും ഉപദേശം മുറുകെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ശിശുക്കളെ പോലെ നടക്കും. ആമേൻ. അപ്പൊ പറയുകയാണ് അങ്ങനെയല്ല വേണ്ടത്, അല്ലേ? പിന്നെയോ സ്നേഹത്തിൽ സത്യം സംസാരിച്ചും ക്രിസ്തു എന്ന തലയോളം നമ്മൾ എന്തോ ചെയ്യണം? സകലത്തിലും വളരണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരു വാക്യം കൂടെ വായിച്ചോ, 16ാമത്തെ വാക്യം. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതാത് വ്യാപാരത്തിന്. ശരീരമായി ശരീരം ഈ ക്രിസ്തു എന്ന തലയോളം വളരേണ്ടുന്ന ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിന് വേണ്ടിയാ അവനെ ഉയർപ്പിച്ച് തൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത്. ആ ശരീരത്തെ നമ്മൾ വിവേചിക്കണം നല്ലതുപോലെ. അത് സ്നേഹത്തിൽ എന്തു വേണം? ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിപ്പാനുമുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഓരോ വ്യക്തിയിലൂടെയും സംഭവിക്കേണ്ടുന്നതാണ്. ഈ സഭ വളരേണ്ടത്, കർത്താവിൻ്റെ ശരീരം വളരേണ്ടത്. കാരണം അവൻ ആ ശരീരം തൻ്റെ ദേഹമാകുന്ന തിരശ്ശീല അവൻ ചീന്തിക്കളഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവൻ ഒരു ശരീരം പണിയുന്നുണ്ട്. ആ ശരീരം ഹല്ലേലൂയ അത് ഏറ്റവും ഭംഗിയായിട്ട് സ്നേഹത്തില് സമാധാനത്തില് ക്രിസ്തുവിൻ്റെ തലയോളം വളരേണ്ടത് ഓരോ അംഗത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഏകീഭവിച്ചും സന്ധി മജ്ജകളാൽ അല്ലെ ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. 1 കൊരിന്ത്യർ 12:27 പറയുന്നു, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളുമാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഓരോരുത്തരും ഒരു അവയവത്തിൻ്റെ ഒരു പാർട്ടാണ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. വി ഹാവ് ഇൻഡിവിജ്വലി റെസ്പോൺസിബിലിറ്റി. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഒരവയവമാണ്, അല്ലെ? നമുക്ക് ഒരവയവം അതിൻ്റെ ഡ്യൂട്ടി ഭംഗിയായിട്ട് അത് ചെയ്യുമ്പോഴാണ് ശരീരം മുഴുവനും ഭംഗിയാകുന്നത്. അല്ലാതെ നമ്മൾ ഒരു വിരലിൻ്റെ ഒരു കഷ്ണമല്ല, അല്ലേ? നമ്മളൊരു ഒരു അവയവമാണ്. സോ ഇൻഡിവിജ്വലി വി ആർ റെസ്പോൺസിബിൾ. ഞാനില്ലേലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു ശരീരവും നാം എല്ലാവരും ശരീരത്തിൻ്റെ അവയവങ്ങളും ആണ്. അവൻ ഈ ശരീരത്തെ അവൻ എന്തിനു വേണ്ടിയാ തകർക്കും? മറ്റൊരു ഉദ്ദേശവുമല്ല. ശരിയാണ്, അവൻ എന്നെ ട്രാൻസ്ഫോം ചെയ്ത് എന്നെ കൊണ്ടായിരിക്കണം ഹല്ലേലൂയ ഈ സഭ അവൻ പണിയുന്നത്, അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെ കൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. സ്തോത്രം. എന്നാൽ എൻ്റെ ദൗത്യമാണ്
ഞാൻ ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ജീവിക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ ശരീരത്തെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഹല്ലേലൂയ. ഞാൻ ഒരുപാട് ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ്ഡ് ആയിരിക്കാം. എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവിശ്വാസിയായിരിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? സഭയെ പണിയുവാൻ നമ്മൾ ഏറ്റവും അധികം ശ്രമിക്കണം. കാരണം അതാണ് നമ്മെ ആക്കി വെച്ചതിൻ്റെ പർപ്പസ്. ഹല്ലേലൂയ. നമ്മുടെ ഉദ്ദേശം, നമ്മെ ആക്കി വെച്ചതിൻ്റെ ഉദ്ദേശം അതാണ്. ആ സഭയെ ശരീരം മുഴുവനും യുക്തമായിട്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നാം, അതൊരു ഗ്ലോബൽ ചർച്ചാണല്ലോ അവൻ്റെ ശരീരം. ശരിയാണ്, ഗ്ലോബൽ ചർച്ചാണ് അവൻ്റെ ശരീരം. സഭ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മാനുവൽ അസംബ്ലി മാത്രമല്ല, ഗ്ലോബൽ ചർച്ചാണ്. പക്ഷേ ആ ഗ്ലോബൽ ചർച്ചിൽ നമുക്ക് ശരിയാകാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ എവിടെയും ശരിയാവത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഓരോരുത്തരെയും എഫെസോസിൽ സഭ, കൊരിന്ത് സഭ, അല്ലെങ്കിൽ തെസലോനിക്ക സഭ, സഭയിലാക്കി വച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ ആയിരിക്കണം ഞാനിത് പ്രൂവ് ചെയ്യേണ്ടത്. എന്ത് പ്രൂവ് ചെയ്യേണ്ടത്? സ്നേഹത്തിലും ഐക്യത്തിലും സദ്യമജ്ജകളാൽ ലയിച്ച് ആ ശരീരത്തെ വളർത്തുന്നു എന്നുള്ളത് ഞാൻ ശോധന ചെയ്യേണ്ടത്. ഞാൻ ഗ്ലോബൽ ശരീരത്തിൽ ഇരുന്നു കൊണ്ടല്ല, ഞാൻ ആയിരിക്കുന്ന സഭയിൽ ഞാനത് അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ അതിനെ ശോധന ചെയ്തിരിക്കണം. ഞാൻ അത് ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ ശരീരത്തിൻ്റെ അംഗമാണോ? ഞാൻ ഈ ശരീരത്തിൻ്റെ ഭാഗമാണോ? എല്ലാവരെയും നമ്മെ ഓരോരുത്തരെയും ആക്കി വച്ചിരിക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ടു പ്രൂവ്, ടു എക്സാമിൻ. ഹല്ലേലൂയ. ഞാൻ ഈ ശരീരത്തിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളോട് ശോധന ചെയ്യാൻ പറയേണ്ട കാര്യമില്ല. എക്സാമിൻ ourselves. ഹല്ലേലൂയ. വേഴ്സസ് ദ ലോർഡ്സ് ബോഡി. കർത്താവിൻ്റെ ശരീരവുമായിട്ട് നമ്മൾ പലപ്പോഴും അവൻ തകർന്നു, ശരിയാണ്, ഇനി ഞാൻ ക്രിസ്ത്യാനിയായി എന്നൊക്കെ വിചാരിച്ചായിരിക്കുന്നു. അങ്ങനെയല്ല കേട്ടോ. വി ആർ മോർ റെസ്പോൺസിബിൾ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഹല്ലേലൂയ എടുക്കുവാൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രാഫ്റ്റിനെസ്, ഡിസീറ്റ്ഫുൾനെസ്, ഇതൊന്നും ഇല്ലാതെ അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരുടെ ചതി, അവരുടെ തന്ത്രങ്ങൾ, ഇതിലൊന്നും അകപ്പെട്ടു പോകാതെ സ്നേഹത്തിലും ഐക്യത്തിലും നമ്മൾ എന്തു ചെയ്യണം? വളർന്നു വരണം. 1 കൊരിന്ത്യർ 12:27. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളും ആകുന്നു. ആ ഒരു ഫോട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും, എന്നെ കണ്ടോ അവിടെ? കാണുന്നില്ലെന്ന് തോന്നുന്നു, കഷണ്ടിയായിട്ട് ആരും കണ്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ നിൽക്കണം. ചിൽഡ്രൻ, ഹാവ് യു സീൻ ദിസ്? We are all making together to build Christ's body. Yeah. Yes, yeah. We are responsible, equally responsible. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 26-27. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഭാര്യ ഭർത്താക്കന്മാരോട് പറയുന്ന സാഹചര്യത്തിൽ പറഞ്ഞതാണെങ്കിൽ തന്നെയും തൻ്റെ സഭയെക്കുറിച്ചുള്ള അവൻ്റെ കാഴ്ചപ്പാട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ഇതുപോലെ വേണം കുടുംബം നടത്താനെന്നാ പറഞ്ഞത്. അല്ലാണ്ട് കുടുംബം നടത്തുന്ന പോലെ സഭ നടത്താനല്ല പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. തൻ്റെ ശരീരത്തെ കറ, ചുളുക്കം ഇല്ലാതെ പണിയുവാൻ അവൻ ഒരു ശരീരം തകർത്തിട്ടുണ്ട്. അതുപോലെ വേണം സഭ പണിയുവാൻ, അതുപോലെ വേണം കുടുംബം നോക്കുവാൻ. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? അവളെ വചനത്തോടുകൂടിയ, ഈ സഭ എന്ന് പറയുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. സ്തോത്രം. ഇവിടെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു, ഗ്രൂപ്പിൽ വന്നുകൊണ്ട് കണ്ടതാണ്, അല്ലാണ്ട് ഞാൻ യൂട്യൂബൊന്നും നോക്കത്തില്ല കേട്ടോ. അപ്പം അവിടെ അതിൽ കണ്ടത് ഇങ്ങനെയാണ്. അച്ഛനാ പറഞ്ഞ ഒരു കാപ്പിപ്പൊടിയോ എന്തോ എൻ്റെ ഭാര്യ പറയുന്നത് കേട്ടോ.
അപ്പം പറഞ്ഞത് ഇങ്ങനെയാണ്, പാരമ്പര്യമാ പ്രധാനം ഒന്ന്, പിന്നെ രണ്ടാമതാ വചനം. ആ ഒരു സഭയുടെ ആൾ പറഞ്ഞതാ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനും, അല്ലാണ്ട് പാരമ്പര്യത്തോടു കൂടിയ ജലസ്നാനമല്ല കേട്ടോ. സ്തോത്രം. അപ്പോൾ ശുദ്ധീകരിക്കേണ്ടതിനും. എന്നിട്ടോ ഈ സഭ എങ്ങനെ വേണം? ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? കറ ചുളുക്കം മുതലായ ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് എൻ്റെയും നിങ്ങളുടെയും റെസ്പോൺസിബിലിറ്റിയാ ഇവിടെ പറഞ്ഞിരിക്കുന്ന. സഭയെ ഹല്ലേലൂയ എങ്ങനെ വേണം? കറയില്ലാതെ ചുളുക്കമില്ലാതെ ഹല്ലേലൂയ ശുദ്ധയായിട്ട് നിർത്തുവാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവരാ സഭാ അംഗങ്ങൾ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും റെസ്പോൺസിബിൾ ആണ്. ലെറ്റ് us love church. ഹല്ലേലൂയ. കാരണം ലവ് ക്രൈസ്റ്റ് ബോഡി വിച്ച് വാസ് ബ്രോക്കൺ ഫോർ us. പൗലോസ് പറഞ്ഞതിൻ്റെ ആക്ച്വലി ഒരു ഒട്ടുമുക്കാലും അർത്ഥം ഇതാണ്. എന്താണ്? ശരീരം, അവൻ്റെ ശരീരത്തെ, ലോർഡ്സ് ബോഡി, എക്സാമിൻ, ജഡ്ജ് റൈറ്റ്ലി, ഡിസേൺ ലോർഡ്സ് ബോഡി. ഹല്ലേലൂയ. The body that was broken, hallelujah, the body broken to build another body, and I have kept all of you in that body. What is your responsibility? കറ ചുളുക്കമില്ലാതെ നിഷ്കളങ്കയായി വിശുദ്ധിയായി സഭയെ നിർത്തുവാൻ ഞാനും നിങ്ങളും ഉത്സാഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് കർത്തൃമേശയിൽ പങ്കെടുക്കാം. Hallelujah. We are responsible, hallelujah, not to play whatever way that we like. Hallelujah. ഞാനും നിങ്ങളും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. Hallelujah. വായിച്ചാട്ടെ 4-ാം അധ്യായം എഫേസ്യർ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയിലും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. നമ്മൾ വിചാരിച്ചു പാസ്റ്ററാക്കി വെച്ചിരിക്കുന്നു, ഇല്ലേ ശുശ്രൂഷകനാക്കി വെച്ചിരിക്കുന്നു, അപ്പസ്തോലനാക്കി വെച്ചിരിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താ? സഭയെ നന്നായി ഭരിക്കണം, കൃത്യസമയത്ത് കണക്കൊക്കെ നോക്കണം, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പ്ലാനൊക്കെ പദ്ധതിയൊക്കെ അതുപോലെ പോകണം. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചത്. എന്നാൽ അവൻ ഹല്ലേലൂയ അപ്പസ്തോലന്മാരെയും അതുപോലെ തന്നെ പ്രവാചകന്മാരെയും അതുപോലെ തന്നെ സുവിശേഷകന്മാരെയും ഒക്കെ ആക്കി വെച്ചതിൻ്റെ ഉദ്ദേശം അതല്ല. അതൊക്കെ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ചർച്ച കൊണ്ടുപോകണമെങ്കിൽ അത്യാവശ്യമായതുകൊണ്ട് അതൊക്കെ ചെയ്യണം. പക്ഷേ എന്ന് കരുതി നമ്മുടെ പ്രൈം റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറാൻ പാടില്ല. ദ പ്രൈം റെസ്പോൺസിബിലിറ്റി ഈസ് ഗിവൺ ഹിയർ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയിലും തികഞ്ഞ പുരുഷത്വവും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം എന്ത് ചെയ്യണം? വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയാ പാസ്റ്ററാക്കി വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയാ പ്രവാചകന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്, സുവിശേഷകന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അത് മറന്നിട്ടായിരിക്കരുത് ബാക്കി പ്ലാനിങ്. ഹല്ലേലൂയ. സഭ വളരണം, അത് നിഷ്കളങ്കതയോടെ വളരണം, കറ ചുളുക്കമില്ലാതെ സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും വളരണം. എൻ്റെയും നിങ്ങളുടെയും റെസ്പോൺസിബിലിറ്റിയാ. ഈ ശരീരത്തെ ശോധന ചെയ്തിട്ട് വേണം ഞാനും നിങ്ങളും ഹല്ലേലൂയ ഇതിൽ നിന്ന് എടുക്കുവാനായിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ 13-ാമത്തെ വാക്യം, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് unto the measure of the status.
നമ്മൾ വളരേണ്ടുന്ന ആൻഡ് ടു ദി മെഷർ ഓഫ് ദ സ്റ്റേറ്റർ ഓഫ് ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. ഇതിലേക്ക് ഓരോ മനുഷ്യനും വളരാൻ വേണ്ടിയാ അപ്പസ്തോലന്മാരെ, പാസ്റ്റർമാരെ, സുവിശേഷന്മാരൊക്കെ വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് വളരെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി നല്ല ഇതാണെന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, അത് വേണം. പക്ഷെ അതിൻ്റെ ഉള്ളിലെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലും എന്ത് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് അത് നാം എല്ലാവരും ഫുള്ളി ഗ്രോൺ മാൻ, unto a full grown man unto the measure of the stature of the fullness of Christ. ഇതാണ് അതിൻ്റെ പർപ്പസ്, അൾട്ടിമേറ്റ് പർപ്പസ്. To the measure of, to the standard, to the fullness. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ചില പദങ്ങൾ സ്റ്റാൻഡേർഡ് വെച്ചാൽ നമ്മളൊരു ചർച്ച്, ഒരു ബിൽഡിങ് പണിയുമ്പോൾ അതിൻ്റെ കല്ലുകളൊക്കെ കൃത്യ സൈസും അതിൻ്റെ റൂമുകൾ കാര്യങ്ങളൊക്കെ കൃത്യ സൈസും ഒക്കെ വേണം. ഇപ്പോൾ ഉണ്ട് നമ്മൾ അതിർത്തിയിൽ നിന്ന് ഇത്ര വിട്ടിട്ട് വേണമെന്നൊക്കെ നിയമങ്ങളുണ്ട്. ഒരു ശരീരം പണിയുമ്പോൾ, ക്രിസ്തുവിൻ്റെ ശരീരം പണിയുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് അതിൻ്റെ സൈസിനും അതിൻ്റെ ഫുൾനെസ്സിനും അതിൻ്റെ കൃത്യതയോടെയും അതിൻ്റെ കാലപ്പഴക്കത്തിലും അതിൻ്റെ ക്വാളിറ്റിയോടും കൂടെ വേണം എന്നാ പറയുന്നത്. അങ്ങനെ എല്ലാ കല്ലും അതുപോലെ ആയി തീരാൻ വേണ്ടിയാ ചിലരെ ദൈവം ലീഡർമാരാക്കി വെച്ചിരിക്കുന്നത്. അവരുടെ റെസ്പോൺസിബിലിറ്റിയാ ഈ കല്ല് വളരുന്നുണ്ട്, ഈ കല്ല് നല്ല ഡയമെൻഷനാണ്, ഇതിൻ്റെ സൈസ് ആക്യുറേറ്റ് ആണ്, ഇത് നന്നായിട്ട് ഉറപ്പുള്ളതാണ്. ടു ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. കാരണം ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് ക്രിസ്തുവിനെ ധരിച്ച് നടന്നെങ്കിൽ മാത്രമേ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ വളർന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിന് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, നമ്മുടെ സഭയുമായിട്ടുള്ള ബന്ധം നമ്മൾ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല, നമ്മൾ സഭയിൽ വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റും ഉണ്ട്, ഓപ്പറേഷൻ എല്ലാം ഉണ്ട്, നന്നായി ഭംഗിയായി നടക്കുന്നു അല്ലേ, അതിനൊക്കെ കൂടെ ആണോ? അല്ല, ചിലപ്പോൾ എനിക്ക് മക്കൾ നല്ലൊരു ചർച്ചിൽ പോകണം, അവർ നന്നായിട്ട് വളരണം, അതാണോ നമ്മുടെ ഉദ്ദേശം? ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വർത്താനമൊക്കെ പറയാലോ. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒക്കെ എല്ലാവരും മാറി. അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ രണ്ടാളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനൊക്കെയാണ് ചർച്ചിൽ പോകുന്നത്. സ്തോത്രം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, ചർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ചർച്ചിൽ വരുന്നതിൻ്റെ ഉദ്ദേശം മറ്റുള്ളവർ കണ്ടാൽ അവൻ ചർച്ചിൽ പോകുന്ന ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കരുത് ഞാനും നിങ്ങളും സഭയിൽ വരുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ നമുക്കൊരു സൗഖ്യം കിട്ടണം, എൻ്റെ ഒരു കാര്യത്തിന് വിടുതൽ കിട്ടണം, അതിനുവേണ്ടി ഒന്ന് ചർച്ചിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടും. ഇതൊക്കെ ഉണ്ടെന്നേ. ഹല്ലേലൂയ. എന്നാൽ പ്രൈമറി ഗോൾ അതല്ല. അതിന് നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവ് സഭയെ പണിയാ. അതിന് ഞാനും നിങ്ങളും അംഗമാ. അതും ക്രിസ്തുവിൻ്റെ ഫുൾനെസ്സിലോട്ട് വന്നിരിക്കുന്ന ആ സ്തോത്രം വ്യക്തിക്ക് മാത്രമേ അതുപോലെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, വീണ്ടെടുക്കാനായി തകർക്കപ്പെട്ട ഒരു ശരീരമാണ് ക്രിസ്തുവിൻ്റെ ശരീരം. ഹല്ലേലൂയ. The body that was broken to rebuild. So wonderful. അതിനു വേണ്ടിയാ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് സകല ശക്തിയും കൊടുത്ത് സകല അധികാരത്തിനും മേലെ വെച്ച് സകലത്തെയും അവൻ്റെ ഹല്ലേലൂയ കീഴാക്കിയിട്ട് അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? നിറയ്ക്കുന്നവൻ്റെ നിറവ്, നമ്മിലാ നിറവ് കാണേണ്ടത്, നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന സഭയ്ക്ക് കൊടുത്തു. സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ അതിനുവേണ്ടി ആഗ്രഹിക്കാം, അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഇടിവിൽ നിൽക്കാം. നമ്മളോട് ശോധന ചെയ്യാൻ പറയുമ്പോഴാണ് നമ്മൾ ശോധന ചെയ്യേണ്ടത് ഹല്ലേലൂയ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ശരീരം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ ആ ശരീരം തകർക്കപ്പെട്ടതൊരു പുതു ശരീരം പണിയുവാനാണ്. അതിൽ എൻ്റെയും നിങ്ങളുടെയും പാർട്ട് എന്താണ്? പക്ഷെ അവൻ ഒരു കാര്യം പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 16 അതിൻ്റെ 18, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഞാനും നിങ്ങളും നിന്നാലും നിന്നില്ലേലും അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ.
അവനത് പണിയ തന്നെ ചെയ്യും. ആരില്ല എന്ന് പറഞ്ഞാലും, ആര് കൂട്ടാക്കിയില്ലെങ്കിലും, ആര് മസിൽ പിടിച്ചാലും അവൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ സഭയെ പണിയും. യേശു പറഞ്ഞു എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ പണിയും. അവൻ പറഞ്ഞു അതിനെ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. മനുഷ്യൻ്റെ പ്ലാനോ ദുഷ്ടൻ്റെ പ്ലാനോ ഒന്നും അതിന് ജയിക്കത്തില്ല. നാം ജയിക്കുന്ന ഒരു ശരീരത്തിൻ്റെ അംഗമാണെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ഒരുങ്ങാം. ദൈവസന്നിധിയിലെ നമുക്ക് അടുത്ത് വരാം.